സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സിദ്ധാർത്ഥൻ MLA ആയിരുന്ന സാഹചര്യത്തെക്കായും വളരെ മോശമായ ഒരു സാഹചര്യമാണ് ദേവികയും അതുപോലെ ചന്ദ്രോത്ത് വീട്ടുകാരും നേരിടുന്നത്. സിദ്ധാർത്ഥൻ MLA ആയിരുന്ന സമയത്ത് ഇങ്ങനെ അഴിമതിക്കാരൻ അല്ലെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിനെ ഒന്നാകെ ജനങ്ങൾ വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല. എന്നാൽ ദേവിക MLA ആയപ്പോൾ നന്ദൻ്റെ സ്വഭാവവും അതുപോലെ പ്രഭാവതിയുടെ സ്വഭാവവും ആകെ മാറി. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദേവികയും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന സിദ്ധാർത്ഥനെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട്. അതിൻ്റെ ദേഷ്യത്തിൽ രാധാകൃഷ്ണൻ മിനിസ്റ്റർ പറഞ്ഞ ആ ഒരു കാര്യം കൂടി കേട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ സമനില തെറ്റുന്നു എന്ന് തന്നെ പറയാം. ദേഷ്യത്തോടെ വീട്ടിലേക്ക് വരുന്ന സിദ്ധാർത്ഥനാണെങ്കിൽ അവിടെ നിൽക്കുന്ന പ്രഭാവതിയെയും അതുപോലെ നന്ദനെയും കണ്ട് നന്നായിട്ട് ചൂടാകുന്നു. പക്ഷേ സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ വന്ന നന്ദൻ ഒരു പുതിയ കാറിൽ വന്നിറങ്ങുന്നത് കണ്ട് പ്രഭാവതിയാണെങ്കിൽ ഞെട്ടി വന്ന് നന്ദനോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ വണ്ടിയാ? ഇത് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന അരുന്ധതി മേഡത്തിൻ്റെ വണ്ടിയാ. ബെല്ല എനിക്ക് വേണ്ടി ഇത് സമ്മാനമായി മേടിച്ചു തന്നു. സമ്മാനമായി വാങ്ങി തന്നെന്നോ? ഇത്രയും വിലപിടിപ്പുള്ള കാറൊക്കെ വാങ്ങിത്തരണമെങ്കിൽ എന്താ കാര്യം? ഒന്നുമില്ലമ്മ, ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാ. എനിക്ക് ഈ വണ്ടിയോട് ഒരുപാട് അറ്റാച്ച്ഡ് ആണെന്ന് അവൾക്കറിയാം. അതിൻ്റെ പുറത്ത് എനിക്ക് വാങ്ങിത്തന്ന വണ്ടിയാ എന്ന് പറയുമ്പോഴത്തേക്കും ആ സമയത്താണ് സിദ്ധാർത്ഥൻ അങ്ങോട്ടേക്ക് വരുന്നത്. സിദ്ധാർത്ഥനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വന്നതും കലിപ്പോടെയാണ് വരുന്നത്. അത് കണ്ട് പ്രഭാവതിക്കും നന്ദനും ഒരല്പം പേടിയാകുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും ഒരു അത്യാവശ്യപ്പെട്ട ഫയൽ നഷ്ടമായി. മന്ത്രി ഒപ്പിട്ട ഫയലാ. ആ ഫയൽ നഷ്ടമായാൽ മിക്കവാറും ദേവികയുടെ MLA സ്ഥാനം തന്നെ പോകാൻ സാധ്യതയുണ്ട്. കേസും വഴക്കുമായി മിക്കവാറും ദേവിക ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ചോദിക്കുക, ആ ഫയൽ നഷ്ടമായത് ഈ വീട്ടിൽ വെച്ചായതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം കൂട്ടി ആലോചിക്കുമ്പം നിങ്ങൾ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതിയും അതുപോലെ നന്ദനും ഒരുപോലെ ഞെട്ടുന്നുണ്ട്. നന്ദൻ്റെ ഞെട്ടൽ കണ്ടിട്ട് സിദ്ധാർത്ഥന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. മര്യാദയ്ക്ക് പറയടാ നന്ദ, ആ ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിലും നീ ഉണ്ടോ? അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? KK നായർക്ക് വേണ്ടി ദേവികയോട് ഞാൻ ആ പ്ലാന്റ് അനുവദിച്ചു കൊടുക്കാൻ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. അത് കെവിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിനപ്പുറം ഈ ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിൽ ഞാനൊന്നും അല്ല. അത് അവൾ എവിടെയെങ്കിലും മറന്നു വെച്ചായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ മറന്നു വെക്കുന്ന പൊട്ടിപ്പെണ്ണൊന്നും അല്ല ദേവിക. MLA ആകാനുള്ള എല്ലാ യോഗ്യതയും അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ട്. പിന്നെ നിങ്ങളൊക്കെ കൂടി ചേർന്ന് അവളെ അഴിമതിക്കാരിയാക്കി മാറ്റിയപ്പോൾ സമാധാനമായല്ലോ എന്ന് പറഞ്ഞ് സിദ്ധു ആണെങ്കിൽ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്ന സമയത്ത് പ്രഭാവതി ചോദിക്കുന്നു, സത്യം പറ മോനെ, ആ ഫയൽ നഷ്ടമായതിൻ്റെ പിന്നിൽ നീയല്ലേ? നീയാണോ ആ ഫയൽ എടുത്തിരിക്കുന്നത്? ഞാനാ അമ്മ. എന്തിനു വേണ്ടിയിട്ടാണ് നീ ആ ഫയൽ എടുത്ത് മാറ്റിയിരിക്കുന്നത്? ആ ഫയലും കൂടി നഷ്ടമായ സിദ്ധു പറഞ്ഞു കേട്ടില്ലേ, MLA സ്ഥാനം മിക്കവാറും രാജിവെക്കേണ്ടി വരുമെന്ന്. ചന്ദ്രോത്ത് വീട്ടിന് എന്തുമാത്രം മാനക്കേടാതെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് അറിയാമോ? DYSPക്ക് വേണ്ടിയിട്ടമ്മ ഞാൻ ആ ഫയൽ മാറ്റിയത്, ബെല്ല പറഞ്ഞ്. അപ്പോൾ ആ ഫയൽ എന്തി കൊണ്ട് കൊടുത്തോ എന്ന് പ്രഭാവതി ചോദിക്കുന്ന സമയത്ത് ഇല്ല, ഞാൻ തന്നെ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തവർക്ക് ഇങ്ങനൊരു ഉപകാരമെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ അമ്മ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നു, എന്തൊക്കെയായാലും ഇതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ കാരണം ആ പാവം പെൺകുട്ടി ഒരുപാട് അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പം എനിക്കും അതിൻ്റെ സങ്കടമുണ്ട്. പക്ഷേ ഒന്നും പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് നന്ദനാണെങ്കിൽ അകത്തേക്ക് പോകുന്ന സമയത്ത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ടെൻഷനിലാണ് നമ്മുടെ പ്രഭാവതി അവിടെ ആലോചിച്ച് നിൽക്കുന്നത്. അതേസമയം ശാരികയാണെങ്കിൽ ഗിരീഷ് മാഷിനെ എങ്ങനെയൊക്കെയോ സംസാരിച്ച് പറഞ്ഞു അയക്കുന്നുണ്ട്. തൻ്റെ കൂട്ടുകാരി കാണാൻ നിൽക്കുവാണെന്നെങ്ങാണ്ട് കള്ളം പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പം തൊട്ട് പിന്നാലെ ശാരിക സ്നേഹിക്കുന്ന ആ പയ്യനാണെങ്കിൽ വണ്ടിയായിട്ട് അവിടെ വരുന്നു. കാറിൽ കയറിയിരുന്നവർ രണ്ടുപേരും സംസാരിക്കുന്നു. കഴിഞ്ഞ തവണ എന്നെ കണ്ടപ്പോൾ ഞാൻ സാരി ഉടുത്തത് കാണാൻ സുന്ദരിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നും സാരി ഉടുത്ത് വന്നിരിക്കുന്നത്. എന്തായാലും തനിക്കിത് നന്നായിട്ട് ചേരുന്നിടോ എന്ന് പുള്ളിക്കാരനും പറയുന്നുണ്ട്. ഇനി എന്തായാലും ചേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് ശാരിക നാണത്തോടെ പുഞ്ചിരിക്കുന്ന സമയത്ത് ആ പയ്യൻ മുന്നോട്ട് വരുന്നത് കാണിച്ച് പ്രൊമോ അവസാനിക്കുന്നു. മിക്കവാറും കെവിനാണോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട്. ഋഷിയാകാൻ സാധ്യതയില്ല. ഋഷിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഋഷി കുറേ നാളുകൊണ്ട് വയ്യാണ്ടായി കിടന്നിരുന്നതല്ലേ. പെട്ടെന്ന് നോക്കിയായി വന്ന് ശാരികയെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ഋഷിയെ സംബന്ധിച്ച് ഇപ്പോഴും ലീന കൊല്ലപ്പെട്ടതിൻ്റെ ആ ഒരു പ്രതികാരം വീട്ടാനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. പക്ഷേ കെവിനാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ശാരിക സ്നേഹിക്കുന്ന ആൾ നല്ല ഉദ്ദേശത്തോടാണോ ശാരികയെ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. അവളുടെ ഈ എടുത്തുചാട്ടം അവൾക്ക് തന്നെ വിനയായി മാറുമോ എന്നുള്ള കാര്യം അറിയാതെ പകച്ചു നിൽക്കുവാണ് ദേവികയും അതുപോലെ മുരളിയും. മുരളിയാണെങ്കിൽ
ശാരിക ധിക്കാരമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും ശാരിക ഒന്ന് ഗവനിക്കണം. കാരണം എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, ശാരിക ഒരു കൊച്ചുകുട്ടിയൊന്നുമല്ല, എന്നെ പ്രത്യേകിച്ചൊന്നും പഠിപ്പിക്കേണ്ട, എൻ്റെ ജീവിതം എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുമെന്ന് അവൾ എന്നോട് ധിക്കാരപ്പെട്ട് പറയുമ്പോൾ ഞാൻ എന്ത് വേണം? ഒന്നിനു പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളാ. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും കുറച്ച് ദിവസം മാറി നിന്നാൽ എന്നാ ഞാൻ ആലോചിക്കുന്നതെന്ന് ദേവിയും പറയുന്നു.